UN-ൽ പാകിസ്ഥാനെതിരെ ഭാരതം സാമ്പത്തികമായി മുന്നേറുമ്പോൾ പാകിസ്ഥാൻ കടം വാങ്ങിക്കൂട്ടുകയാണെന്ന് UN-ലെ ഭാരതത്തിന്റെ സ്ഥിരം പ്രതിനിധി പർവതേനി ഹരീഷ് പറഞ്ഞു. ഭീകരതയുടെയും മതഭ്രാന്തിന്റെയും ചങ്ങലക്കിടയിലാണ് പാകിസ്ഥാനെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. UN-ലെ സുരക്ഷാ സമിതി യോഗത്തിലാണ് ഭാരതം പാകിസ്ഥാനെ കണക്കിന് വിമർശിച്ചത്. ഭീകരതയിലും മതഭ്രാന്തിലും മുങ്ങിക്കുളിച്ച രാജ്യമായി പാകിസ്ഥാൻ മാറി. സുരക്ഷ, സാമൂഹിക സാമ്പത്തിക മാനദണ്ഡങ്ങളിൽ ഭാരതം എങ്ങനെ മുന്നേറിയെന്ന് വിശദീകരിക്കുകയായിരുന്നു UN-ലെ ഭാരതത്തിന്റെ സ്ഥിരം പ്രതിനിധി പർവതേനി ഹരീഷ്. I am constrained also to respond to the remarks made by the representative of Pakistan. The Indian subcontinent offers a stark contrast in terms of progress, prosperity and development models. On the one hand, there is India, which is a mature democracy, a surging economy and a pluralistic and inclusive society. At the other extreme is Pakistan, steeped in fanaticism and terrorism and a serial borrower from the IMF. As we debate promoting international peace and security, it is essential to recognize that there are some fundamental principles which need to be universally respected. One of them is zero tolerance for terrorism. It ill behoves a member of the Council to offer homilies while indulging in practices that are unacceptable to the international community. Mr. President, in conclusion, India remains committed to working towards international peace and security through multilateralism and peaceful settlement of disputes. പുരോഗതിയിലും വികസന മാതൃകകളുമുള്ള ജനാധിപത്യ രാജ്യമാണ് ഭാരതം. അതേസമയം പാകിസ്ഥാൻ നേരെ തിരിച്ചാണെന്നും ഹരീഷ് പറഞ്ഞു. സാമ്പത്തിക കടക്കണിയിൽ നെട്ടോട്ടമോടുമ്പോഴും IMF-ൽ നിന്ന് കടം വാങ്ങാൻ പാകിസ്ഥാന് വ്യഗ്രതയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനും ഭീകരരെ തീറ്റിപ്പോറ്റാനും പാകിസ്ഥാൻ എന്നും മുൻപന്തിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ചും ഹരീഷ് UN-ൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.